ഇന്ന് പത്രം വായിച്ചായിരുന്നോ? ഞാൻ വായിച്ചു. ഞാൻ പത്രം വായിക്കും. വായിക്കാത്തവരെ നോക്കി നടക്കാൻ ഞാൻ. അത് നമുക്ക് ഈ പത്രം വായിച്ച ആരെങ്കിലും കേൾപ്പിക്കുന്ന ഒരു സുഖമാണ് അല്ലേ? പണ്ടുള്ള ഒരു സംഗതി ഞാൻ കേട്ടിട്ടുള്ളത് കണ്ണൂരിലാണ് ഇത് കേട്ടിട്ടുള്ളത്. ഈ ബീഡി തെറുപ്പ് ദിനേശ് ബീഡിയുടെ തുടക്കകാലത്ത് ഞാൻ ഇതിൽ ഒരാളുടെ ഡ്യൂട്ടി, എല്ലാവരും ബീഡി തെറുക്കുമ്പോൾ ഒരാളുടെ ഡ്യൂട്ടി, അത് ശമ്പളത്തോടു കൂടിയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് പത്രം ഉറക്കെ വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ ചായക്കടകളിൽ ഒക്കെ ആയിരുന്നു പത്രം വായിക്കുന്നത്. അങ്ങനെ ഒരിടത്തും കാണാറില്ല. കാരണം ഇപ്പൊ പത്രം വായിക്കാൻ പോലും ചിലർക്ക് സമയമില്ല. എല്ലാവരും ഈ സമൂഹ മാധ്യമങ്ങളിലും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതിന് പത്രവായന ശീലമാക്കിയ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ഇനി കാണാൻ പോകുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി വാർത്തകൾ വായിച്ചു കൊടുക്കുന്ന ഒരാളെ പരിചയപ്പെട്ടാലും പൊതു ഇടങ്ങളിൽ നാട്ടുകാർക്കായി പത്രം വായിച്ച് കേൾപ്പിക്കുകയാണ് 74-കാരൻ പവിത്രൻ. എന്തൊക്കെയാണ് പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ വല്ലതും ഉണ്ടോ? സാഹചര്യം പത്രമൊന്നും വായിക്കാം? എനിക്ക് ഭയങ്കര മടിയാണ്. ഞാനങ്ങനെ പത്രമൊന്നും വായിക്കാറില്ല. പത്രം വായിക്കാൻ മടിയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വായിച്ചു തന്നു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുണ്ട്. അന്ന് ഓക്കെ, നമുക്കൊരു പത്രം വായന കേട്ടിട്ട് വന്നല്ലേ? ആ ശരി. ഇത് പറവൂർ സ്വദേശി പവിത്രൻ. വെള്ളഷർട്ടും മുണ്ടും ധരിച്ച് സൈക്കിളിൽ പവിത്രൻ ചേട്ടൻ എത്തുന്നതോടെയാണ് പലപ്പോഴും കവലകൾ ഉണരുന്നത്. പിന്നെ കാതുകൂർപ്പിച്ച് കാത്തിരിക്കും ഉറക്കയും സ്ഫുടവുമായ പത്രവായന കേൾക്കാൻ. പറവൂർ കോട്ടുവള്ളിയിലെ പൊതുവിടങ്ങളിൽ വാർത്തകൾ നിറക്കുന്നത് 74-കാരൻ പവിത്രൻ ചേട്ടനാണ്. കയ്യിൽ കരുതുന്ന ഓരോ പത്രവും നിവർത്തി ഉറക്കെയുള്ള വായന. നോക്കുകുത്തിയാവുന്ന ഒരു PH ലിസ്റ്റ്. നാട്ടിൽ ഭേദപ്പെട്ട ശമ്പളമുള്ള ഒരു ജോലി ലഭിച്ചാൽ ഭൂരിപക്ഷം പേരും വിദേശങ്ങളിലേക്ക് ജോലി തേടിപ്പോകില്ല. അന്യനാടുകളിൽ ഉയർന്ന ശമ്പളം ലഭിക്കുമെങ്കിലും ജീവിത ചെലവും അതുപോലെ കൂടുതലാണ്. സ്വന്തം നാട്ടിലാണെങ്കിൽ ശമ്പളം വളരെ ഉയർന്നതല്ലെങ്കിലും പിടിച്ചേൽക്കാനും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ചെറുപ്പക്കാർക്ക് നാട്ടിൽ ഒരു സർക്കാർ ജോലിയുള്ള ഏക അവലംബം PSC ആണ്. PSC ലിസ്റ്റിൽ കയറിക്കൂടുക എന്നത് തന്നെ ഭഗീരഥ പ്രയത്നം വേണ്ടുന്ന സംഗതിയാണ്. 1975 തുടങ്ങിയതാണ് ഈ വായന. വീടിന് സമീപത്തെ ചെറുകവലയിലെ ചായക്കടയിൽ നിന്നാണ് തുടക്കം. അന്ന് മുതിർന്നവർക്കായി വാർത്തകൾ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. പിന്നെ അത് ശീലമായി മാറി. അത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ അന്ന് മുതിർന്നവർ വരുമ്പോൾ ഒച്ചത്തിൽ വായിച്ചു കേൾപ്പിക്കാൻ പറയുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പത്രവായനയുടെ ആരംഭം. ഒരിക്കൽ പോലും പവിത്രൻ ചേട്ടന്റെ പത്രവായന മുടങ്ങിയിട്ടില്ല. പത്രം അവധിയുള്ള ദിവസങ്ങളിൽ പഴയ പത്രം വീണ്ടും വായിക്കും. പത്രവായന ഒരിക്കലും മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും പത്രം വായിക്കും. വായിക്കാൻ ഇവിടെ നമ്മൾ ഈ മരണ വീടുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ, ഈ പരിസരം എല്ലായിടത്തും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും വായിക്കും. എവിടെയെങ്കിലുമൊക്കെ കടകളിൽ നിന്ന് വായിക്കും, അല്ലെങ്കിൽ രാവിലെ വായിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പത്രവായന. വെള്ളത്തിനടിയിൽ ലോറിയുണ്ടോ എന്നറിയാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും മണ്ണ് നീക്കൽ വേഗത്തിലാക്കിയെന്നും അധികൃതർ അറിയിച്ചു. അർജുൻ അടക്കം 10 പേരാണ് അത്യാഹിതത്തിൽപ്പെട്ടത്. പത്രങ്ങൾക്ക് രാഷ്ട്രീയ നിറം കൈവന്നെങ്കിലും വായിക്കാനെടുക്കുന്ന പത്രങ്ങളിൽ ഇദ്ദേഹം രാഷ്ട്രീയം കാണാറില്ല. മാതൃഭൂമിയാണ് ആദ്യം തുടക്കം. അതിനുശേഷം ദേശാഭിമാനി, കേരളൗതി അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പത്രത്തോട് എനിക്ക് രാഷ്ട്രീയമില്ല. പവിത്രൻ ചേട്ടന്റെ പത്രവായനക്ക് സ്ഥിരം ശ്രോതാക്കളുമുണ്ട്. എല്ലാ വാർത്തയും കേൾക്കാൻ പറ്റും. പത്രം വായിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ്. ഇത്രയും കണ്ണട പോലും പുള്ളിക്ക് വേണ്ട, കറക്റ്റായിട്ട് വായിക്കും. പ്രായം 70 കഴിഞ്ഞെങ്കിലും കണ്ണടയുടെ സഹായമില്ലാതെയാണ് പവിത്രന്റെ പത്രവായന. ക്രൗഡ് ചെക്കിന്റെ ഫാൽക്കൺ സെന്റർ അപ്ഡേറ്റിലെ തകരാറാണ് കുഴപ്പമുണ്ടാക്കിയത്. ഹാക്കിംഗ് ഉൾപ്പെടെ തടയുന്ന എൻ പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് EDR സോഫ്റ്റ്വെയർ ആണ് ഫാൽക്കൺ സൈബർ സുരക്ഷിതത്വത്തിന് ഉപയോഗിക്കുന്നത്. ഫാൽക്കൺ തകരാറുണ്ടെങ്കിൽ കമ്പ്യൂട്ടറും തകരാറിലാവും. ഫാൽക്കണിലെ വൈറസ് സാന്നിധ്യമാകും കാരണമെന്ന് റിപ്പോർട്ടുണ്ട്. കവലകളിലും തെരുവുകളിലും വാർത്തകൾ നിറച്ച പവിത്രൻ ചേട്ടന്റെ പത്രവായന ഇടവേളകളില്ലാതെ തുടരുകയാണ്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.